അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ചുമ്മാ പോയി എക്സാം എഴുതാതെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പഠിച്ചതിന് ശേഷം എക്സാം പോയി എഴുതാം. നിങ്ങൾ ബാങ്ക് ജോലി തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ഇക്കൊല്ലം തന്നെ നിങ്ങൾ ബാങ്കിൽ ഒരു ജോലിക്ക് പ്രവേശിക്കും എന്ന് ഉറപ്പിച്ചിട്ടുള്ള ആളാണോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ എക്സാം എഴുതി കഴിഞ്ഞ് അടുത്ത കൊല്ലം ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതി ബാങ്കിൽ ജോലി കയറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളതാണ് ഈ വീഡിയോ. യെസ്, 2025 ബാങ്കിങ് മേഖലയിലെ ഓപ്പർച്യൂണിറ്റികൾ, അവസരങ്ങളുടെ പെരുമഴയാണ്. ഓൾറെഡി തന്നെ IBPS കലണ്ടർ ഔട്ട് ചെയ്തിട്ടുണ്ട്. SBI ക്ലർക്കിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ബാക്ക് ടു ബാക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസത്തിലും 2 ആഴ്ച കൂടുമ്പോൾ എന്ന് പറയുന്ന പോലെയാണ് ഓരോ നോട്ടിഫിക്കേഷൻസും വന്നുകൊണ്ടിരിക്കുന്നത്. സോ 2025 നിങ്ങളുടെ വർഷമാണ്. ആരുടെ? ബാങ്ക് ജോലി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ വർഷമാണ്. ഓൾറെഡി നമുക്കറിയാം IBPS RRB റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള ഓഫീസർ സ്കെയിൽ 1ഉം അതേപോലെ ഓഫീസ് അസിസ്റ്റന്റിലേക്കുള്ള എക്സാമിനേഷൻ്റെ കലണ്ടറൊക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ജൂലൈ മാസത്തിലും ആഗസ്റ്റ് മാസത്തിലുമായിട്ട് എക്സാമുകൾ നടക്കുന്നു. മെയിൻസ് എക്സാം നടക്കുന്നത് എന്നാണ്? നമുക്ക് 9-ാം മാസം അല്ലേ? അതേപോലെ തന്നെ നമ്മളുടെ ഇവിടെ നവംബർ മാസത്തിൽ. ഓക്കെ, അപ്പോൾ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലാണ് നമുക്ക് മെയിൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓഫീസ് അസിസ്റ്റന്റിന്റെ മെയിൻസ് നവംബർ മാസത്തിൽ വന്നിട്ടുണ്ട്. മെയിൻസിലേക്ക് നമുക്ക് അവിടെ നിൽക്കാം, സമയമുണ്ട്. ആദ്യത്തെ പ്രിലിംസ് എക്സാം നടക്കുന്നത് എന്നാ? 27/7/2025, അതായത് ജൂലൈ മാസം 27-ാം തീയതി. അപ്പോൾ ഇതേതാ മാസം? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഏകദേശം ഫുൾ തന്നെ കിട്ടും. 4 മാസത്തിലോളം നമുക്ക് എന്തുണ്ട്? നമ്മുടെ മുന്നിൽ നല്ല വൃത്തിക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ 4 മാസം നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ നാഷണലൈസ്ഡ് ബാങ്കിലേക്കുള്ള, പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസറിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്ന എന്നാ? ഒക്ടോബർ മാസം 4-ാം തീയതി. ദെൻ ക്ലർക്കൽ പോസ്റ്റുകളിലേക്കുള്ളതും എല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. കസ്റ്റമർ കെയർ അസോസിയേറ്റ്സ് ഡിസംബർ മാസത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മെയിൻസും കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് വരുന്നത് ഏതാണ്? നവംബർ 22-ാം തീയതി. സോ നമ്മുടെ മുന്നിൽ എന്താണ്? ടൈം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. കാരണം നമുക്ക് ഓൾറെഡി ഞാൻ ഈ പറയുന്നത് എന്താണ്? പ്രിപ്പറേഷൻസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത കുട്ടികളുടെ കാര്യമാണ്. അതിൽ ആരൊക്കെ ഉണ്ടാവാം? ഡിഗ്രി, അതായത് ഇക്കൊല്ലം ഡിഗ്രി എക്സാം കഴിഞ്ഞ് ഉള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻസ് വന്ന് നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്സായാൽ മതിയാവും. അത് ഓരോ നോട്ടിഫിക്കേഷനിലാണ് കൊടുക്കുക. ഇപ്പം എല്ലാവരുടെ ആയാലും റിസൾട്ട് വന്നാൽ മതി. നമ്മളുടെ എന്ത് വന്നാൽ മതി? റിസൾട്ട് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കും എന്തുണ്ട്? എക്സാം എഴുതാനുള്ള അവസരമുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ചുമ്മാ പോയി എക്സാം എഴുതാതെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യണം? പഠിച്ചതിന് ശേഷം എക്സാം പോയി എഴുതാം. ഈ അവസരം നമുക്ക് അത്രയ്ക്കും ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം പോയി എഴുതാം. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചിട്ടാണ്. ബാങ്ക് എക്സാംസ്, ഇൻഷുറൻസ് എക്സാംസ്, അതുകൂടാതെ റെയിൽവേ എക്സാംസ്, RRB എക്സാംസ്, ദെൻ നമ്മളുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന എക്സാംസ്. ഏകദേശം എത്ര എക്സാം വരുന്നുണ്ട്? 20-ലേറെ എക്സാംസ്, എല്ലാം കൂടി 20-ലേറെ എക്സാംസ്, ഏകദേശം 40-ലേറെ പോസ്റ്റുകൾ. 20-ലേറെ എക്സാംസ്, 40-ലേറെ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ പഠനത്തിലൂടെ എത്തിച്ചേരാൻ പറ്റും. എങ്ങനെ? യെസ്, ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 2025-ലെ ബാങ്ക് എക്സാംസ്, SSC എക്സാംസ്, RRB എക്സാംസ് എല്ലാത്തിൻ്റെയും ഫുൾ സിലബസ് അടക്കം കവർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിച്ചു തരും ഈ കോഴ്സിൽ. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടോപ്പ് ക്ലാസ് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അതുകൂടാതെ 1500-ലേറെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് സെക്ഷൻസ്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ ആൻഡ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ നിങ്ങൾക്ക് ഡ്യുവൽ മെന്റർഷിപ്പ് സപ്പോർട്ടും
ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് അറിയാനും അതേപോലെ തന്നെ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് അറിയാനും അപ്കമിങ് എക്സാംസിനെ കുറിച്ച് അറിയാനെല്ലാം ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളുടെ കൗൺസിലിംഗ് ടീമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്, 2025 ഒരുപാട് വേക്കൻസീസ് ബാങ്കിങ് സെക്ടറിൽ, ഇൻഷുറൻസ് ബാങ്കിങ് സെക്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കധികം വേക്കൻസീസ് വരുമ്പോൾ നമ്മൾ അവസരം വിനിയോഗിക്കണ്ടേ? തീർച്ചയായിട്ടും ആ അവസരം നമ്മൾ എന്ത് ചെയ്യണം, വിനിയോഗിക്കണം. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ, സീരിയസ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരു ബാങ്ക് ജോലി വേണം, ബാങ്കിൽ നല്ലൊരു പൊസിഷനിൽ എനിക്ക് എത്തിച്ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. ഇനിയും വൈകിട്ടില്ല. ഇനി അങ്ങോട്ട് പോകും തോറും സമയം കുറയും. നമ്മളൊരു കോമ്പറ്റിറ്റീവ് എക്സാം ആണ് എഴുതുന്നതെന്ന് മനസ്സിലാക്കണം. ഒരുപാട് സ്റ്റുഡൻസ് എക്സാം എഴുതുന്നുണ്ട്. അവരെയെല്ലാം പിന്തള്ളി മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ, ബാങ്ക് ജോലി തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സമയം വൈകിയിട്ടില്ല. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഇനിയും വൈകിയാൽ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. 2025 നിങ്ങളുടെ സ്വന്തം വർഷമാവട്ടെ. നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച പൊസിഷനിൽ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.